ഒരല്പനേരത്തെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രായഭേദമന്യേ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിക്കുകയും കൊന്നുകളയുകയും ചെയ്യുന്ന നീചകൃത്യങ്ങളുടെ പരമ്പര തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം വീട്ടിൽ അധ്വാനിച്ചു കൊണ്ടിരുന്ന അധ്വാനത്തെ ക്ഷമയോട് കിട്ടുന്ന വേതനവും കൊണ്ട് മദ്യഷാപ്പുകളുടെ മുന്നിൽ നിന്ന് മദ്യം വാങ്ങിക്കഴിച്ച് വീട്ടിൽ വന്ന് അല്പമുണ്ടാകുന്ന കഞ്ഞിയെ തകർത്ത് കളയുന്ന നമ്മുടെ അഭിനവ കലാകാരൻ പാടിയ വരികൾ പോലെ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിനെല്ലാം കള്ളും കുടിച്ചു വന്ന് ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെ കല്യാണം കഴിച്ചിരുന്ന മക്കളെ അല്ലെങ്കിൽ സ്ത്രീകളെ, കുടുംബിനികളെ കഷ്ടത്തിലാക്കുന്ന, കണ്ണുനീരിലാക്കുന്ന അനുദിന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെല്ലാം ഒരു മാറ്റം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പറയുന്നത്? നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ചിന്തിച്ചു കാണും. പല മുൻവിധികൾ നിങ്ങളുടെ ഹൃദയത്തിലൂടെ വരുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില എതിർപ്പുകളും ഉയരുന്നുണ്ടാവും. എന്നാൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇത്രയും നേരം പറഞ്ഞ പല സംഭവങ്ങൾക്കും ഒരു അറുതി വരണമെങ്കിൽ സ്വന്തം ബുദ്ധിയിൽ ഒരു മനുഷ്യനും അതിനെ തരണം ചെയ്യുവാൻ കഴിയുകയില്ല. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ, നിങ്ങളുടെ ഭവനങ്ങൾ തന്നെ മദ്യത്തിനോ മയക്കുമരുന്നിനോ എല്ലാം അടിമപ്പെട്ടിരിക്കുന്ന, പുകവലിക്കോ അങ്ങനെ ഏതിനാണെങ്കിലും അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ചില സമയങ്ങളിൽ നിങ്ങളോട് വാക്ക് തരും, ഇനി ഇത് ആവർത്തിക്കുകയില്ല, ഞാനിത് നിർത്തുകയാണെന്ന് പറഞ്ഞ് 1 or 2 ദിവസം അല്ലെങ്കിൽ ചില ആഴ്ചകൾ അവ ഉപയോഗിക്കാതിരുന്ന് പെട്ടെന്നൊരു ദിവസം വീണ്ടും പഴയ നിലയിൽ വന്നു കാണുമ്പോഴുള്ള നിങ്ങളുടെ ഹൃദയ തകർച്ച, അത് തന്നെ ഈ പറഞ്ഞ കാര്യത്തിനൊരു തെളിവാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുവാൻ പോകുന്നവരെ പഠനം, ജീവിതം, ഭാവി ഇതെല്ലാം സ്വപ്നം കണ്ട് മാതാപിതാക്കൾ അവരെ അയക്കുന്നു. എന്നാൽ നിഷ്കളങ്കതയോട് ചെല്ലുന്ന കുഞ്ഞുങ്ങൾ സ്കൂളിൽ പല റാക്കറ്റുകളിൽ ഉൾപ്പെടുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും രുചികരമായി കഴിക്കുന്ന ചില വസ്തുക്കളിൽ കൂടിയും കെണികളിൽ അകപ്പെടുന്നു. പിന്നീട് അവർക്ക് രക്ഷപ്പെടുവാൻ കഴിയാതവണ്ണം അത്തരമുള്ള വസ്തുക്കളോട് അടിമപ്പെടുകയും ജീവിതം, പഠനം, ഭാവി എല്ലാം നശിപ്പിച്ച് വീട്ടുകാരോട് ദേഷ്യപ്പെടുകയും തനിയെ മുറികളിൽ അടച്ചിരിക്കുകയും മറ്റാരെയും കാണുവാനോ സംസാരിക്കാൻ ആരുടെയും ഉപദേശം കേൾക്കാൻ ഇഷ്ടപ്പെടുകയോ